മാർട്ടിൻ ജോർജ് കണ്ണൂർ DCC പ്രസിഡന്റ് നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ മാർട്ടിൻ ജോർജ്, പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസി CBI അന്വേഷിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിനകത്ത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഈ സംഭവങ്ങൾ കൃത്യമായി പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുള്ളൂ. ഈ ഏജൻസി ഇപ്പോൾ അന്വേഷിക്കുന്ന ഏജൻസിയിൽ ആർക്കും വിശ്വാസമില്ല. കുടുംബത്തിന് എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസമില്ല ഈ ഏജൻസി. കാരണം ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ആരുടെ പെർമിഷൻ എടുത്തിട്ടാണ് കൊണ്ടുപോയത്? അതുപോലെ തന്നെ കള്ള പരാതി അന്നത്തെ ദിവസം വന്നു. ആ പരാതിയിൽ മേലെ എന്തെങ്കിലും നടപടികളാണ് ഉണ്ടായിട്ടുള്ളത്? അതുപോലെ തന്നെ പ്രശാന്തിന് വിജിലൻസിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. വിജിലൻസിൽ കേസ് കൊടുത്തതിന്റെ എന്തെങ്കിലും രേഖകളുണ്ടോ? അത് വിജിലൻസ് ഓഫീസിൽ കയറി ഇറങ്ങി എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ കളക്ടറുടെ കാര്യം, കളക്ടർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു തവണ പറഞ്ഞു, വേറൊന്ന് പറഞ്ഞു, മറ്റേ തവണ വേറൊന്ന് പറയുന്നു. എന്താണ് അതിന് കാരണം? ഈ കളക്ടറെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി സംസാരിച്ചില്ലേ? മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതുപോലെ തന്നെ അവരിരുന്ന് പിന്നെ ഹാജരായ വക്കീല്, വിശ്വാസൻ വക്കീല്, ആരാണ് അദ്ദേഹം? ആ വക്കീല് CPM-ന്റെ സ്ഥിരമായ ക്രിമിനൽ കേസുകൾ വാദിക്കുന്ന വക്കീലാണ്. ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള വധക്കേസുമായി ബന്ധപ്പെട്ട അത് തന്നെയാണ്. മറുഭാഗത്ത് ഉന്നതരാണ് എന്നതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഈ അന്വേഷണത്തെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തത്. മാത്രമല്ല, അവർ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുപോലും സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കോടതിയെ സമീപിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. PP ദിവ്യയുടെ ഉൾപ്പെടെ ഫോൺ രേഖകൾ അത് മറ്റൊരു രീതിയിൽ നഷ്ടപ്പെട്ടേക്കാം എന്നവർ സംശയിക്കുകയാണ്. അത് ഈ കളക്ടർ ഇവിടെ ഉള്ളിടത്തോളം കാലം എല്ലാ രേഖകളും നഷ്ടപ്പെടും. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സത്യത്തിൽ അദ്ദേഹത്തിന്റെ തൊലിക്കെട്ടിയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും വിഷയങ്ങളും ഇത്രയും കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വികസന സമിതി യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ചെറിയ ഉച്ചപ്പാടും ബഹളമുണ്ടായി. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ പുതിയ ഇതിന് ജയകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ പേര് കണ്ണൂരിന്റെ MP കൊടുത്തു. കെ സുധാകരൻ KPC പ്രസിഡന്റാണ്. അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്താണ് സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് വേണ്ട, കെ സുധാകരൻ MPയുടെ നോമിനെ വേണ്ട. എന്താണ് കാരണം? ഈ ജയകൃഷ്ണൻ ആ യോഗത്തിൽ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു, നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് വിഷയം അവതരിപ്പിച്ചു. അതിന്റെ പേര് കളക്ടർ പറഞ്ഞിരിക്കുന്നു ഈ ഇദ്ദേഹത്തെ ഇനി വേണ്ട എന്ന്. എവിടുത്തെ നിലപാടാണ്? ശരി, നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ ആ വിഷയം സംസാരിക്കുന്ന ഒരു പ്രതിനിധിയെ വികസന സമിതി യോഗത്തിൽ ഇനി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ നിയമമാണ്? സുധാകരൻ MP അദ്ദേഹത്തിന്റെ നോമിനി ആരാന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, കളക്ടറല്ല. ഈ കളക്ടർ അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെയധികം നന്ദി പ്രതികരിച്ചത്. ഏതായാലും CBI അന്വേഷണം വേണമെന്നത് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. തെളിവുകൾ ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഇന്ന് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഇന്ന് വാദങ്ങൾ നടന്നു. അത് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. CBI അന്വേഷണം വന്നാൽ മാത്രമേ നീതി ലഭിക്കൂ എന്നത് തന്നെയാണ് അവരുടെ നിലപാട്.